നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുന്നോടിയായുള്ള അന്ത്യാത്താഴത്തിന്റെ സ്മരണയിൽ പെസഹ ആചരിച്ച ക്രൈസ്തവ വിശ്വാസികൾ. ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെയുള്ള വിശുദ്ധ വാരത്തിൽ ദേവാലയങ്ങളിലും വിശ്വാസികളുടെ ഭവനങ്ങളിലും നടക്കുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് പെസഹ. കുരിശുമരണത്തിന് മുമ്പ് ശിഷ്യർക്കൊപ്പം അന്ത്യാത്താഴം കഴിച്ചതിന്റെയും അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെയും സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ തിരുകർമ്മങ്ങൾ നടന്നു. പങ്കുവെപ്പിന്റെയും എളിമപ്പെടേണ്ടതിന്റെയും സന്ദേശമാണ് പെസഹ ആചരണത്തിലൂടെ ക്രൈസ്തവ വിശ്വാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ 50 നോമ്പാചരണത്തിലെ പ്രധാന തിരുകർമ്മങ്ങൾക്കാണ് വിശ്വാസി സമൂഹം സാക്ഷ്യം വഹിക്കുക. വ്യാഴാഴ്ച രാവിലെ ദേവാലയങ്ങളിൽ ദിവ്യബലിയും കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു. വെള്ളിയാഴ്ച ക്രിസ്തുവിന്റെ പീഡസഹനത്തെയും കുരിശുമരണത്തെയും അനുസ്മരിച്ചുള്ള തിരുകർമ്മങ്ങൾക്ക് ശേഷം വിശ്വാസികൾ അണിനിരക്കുന്ന കുരിശിന്റെ വഴിയുമുണ്ടാകും. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ലോറിക്കടിയിൽ കുടുങ്ങിയ ഒരാളെ ഹിറ്റാച്ചി ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് രക്ഷപ്പെടുത്തിയത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്കാണ് അപകടമുണ്ടായത്. ലോറിയിലുണ്ടായിരുന്ന കോട്ടയം സ്വദേശികളായ കാവിൽ കിഴക്കേതിൽ 32 വയസ്സുള്ള സുജിത്ത്, കാവിൽ കിഴക്കേതിൽ 33 വയസ്സുള്ള അഖിൽകുമാർ, കുമാരൻതറയിൽ 33 വയസ്സുള്ള ടൈസൺ എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. ഡ്രൈവർ ഷെറിൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ലോറിക്കിടയിൽ കാൽ കുടുങ്ങിക്കിടന്ന സുജിത്തിനെ പോലീസും ഫയർഫോഴ്സും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഹിറ്റാച്ചി ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുജിത്തിന്റെ കാലുകൾക്ക് സാരമായി പരിക്കുണ്ട്. മറ്റുള്ളവരുടെ പരിക്ക് സാരമുള്ളതല്ല. മങ്ങാട് അത്താണി മെഡിക്കൽ കോളേജ് റോഡിൽ കോട്ടപ്പുറം ആറ്റത്ര കോട്ടപ്പള്ളം വളവിലാണ് ലോറി മറിഞ്ഞത്. കോട്ടയത്ത് നിന്നും ചാലിശ്ശേരിയിലേക്ക് ഗാനമേള ടീമിന് സൗണ്ട് സിസ്റ്റവുമായി പോകുകയായിരുന്നു ലോറി. കോട്ടപ്പുറം വളവിൽ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റും വീട്ടുമതിലും ഗേറ്റും ഇടിച്ചു തകർത്ത് മറിയുകയായിരുന്നു. ആളൂർ സോഫിയ വിൻസെന്റിന്റെ വീട്ടുമതിലാണ് തകർന്നത്. എരുമപ്പെട്ടി വടക്കാഞ്ചേരി മെഡിക്കൽ കോളേജ് സ്റ്റേഷനുകളിൽ നിന്നും പോലീസും വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സും KSEB ജീവനക്കാരുമെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. KP വത്സലൻ രക്തസാക്ഷി ദിനത്തിൽ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. മുല്ലത്തറയിൽ നിന്നും ആരംഭിച്ച മാർച്ചും ബഹുജന റാലിയും നഗരം ചുറ്റി കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M കൃഷ്ണദാസ്, C സുമേഷ്, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷീജ പ്രശാന്ത്, AH അക്ബർ, ഷൈനി ഷാജി, TV സുരേന്ദ്രൻ, MR രാധാകൃഷ്ണൻ, ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് എന്നിവർ സംസാരിച്ചു. കേരള UAE കപ്പൽ സർവീസ് ബജറ്റിൽ 15 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി ബാലഗോപാൽ. കേരള UAE കപ്പൽ സർവീസ് പ്രാവർത്തികമാക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ആവശ്യമുന്നയിച്ചിരുന്നു. പിന്തുണ വാഗ്ദാനം ചെയ്തും കേഫ് ഹോൾഡിംഗ്സ്, വേൾഡ് മലയാളി കൗൺസിൽ, പ്രമുഖ പ്രവാസി സംഘടനകൾ, ദൃശ്യമാധ്യമ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവരുടെയും സഹകരണം MDCയെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് MDC സീനിയർ വൈസ് പ്രസിഡന്റ് CA ബ്യൂട്ടി പ്രസാദിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനാ ഭാരവാഹികൾ ദുബായിൽ വെച്ച് കേരള ധനമന്ത്രി ബാലഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയത്. എത്രയും വേഗം സർവീസ് ആരംഭിക്കാനുള്ള നടപടികൾക്ക് മുഖ്യമന്ത്രിയുടെയും ബന്ധപ്പെട്ടവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താമെന്നും മന്ത്രി അറിയിച്ചു. പ്രവാസി പ്രതിനിധികളായ ബാബു കുരുവിള, സിജി വർഗീസ്, മനോജ് തോമസ് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മുമ്പ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ മാത്രമാണ് ഇതിന് ശ്രമം നടത്തിയെങ്കിൽ അപ്പോൾ അതിനുള്ള പിന്തുണ വളരെയധികം കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ട കേഫ് ഹോൾഡിംഗ്സിൻ്റെ ഫൈസൽ കുട്ടിക്കോളൻ സാറും വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധികളും ദൃശ്യമാധ്യമ പ്രവർത്തകരെല്ലാം ഇതിൻ്റെ അനിവാര്യത ആവശ്യം ബന്ധപ്പെട്ട് ചെലുത്തുന്നതും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സാറും സുരേഷ് ഗോപി സാറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി, തുറവപ്പ് മന്ത്രി, മാരി ബോർഡ് ചെയർമാൻ ശ്രീ NS പിള്ള എന്നിവരെല്ലാം അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ട്. അതെത്രയും വേഗം ആരംഭിക്കുന്നതന്നെ UAE പ്രവാസി സംഘടനകൾ ധനമന്ത്രിയുടെ കൂടിക്കാഴ്ച ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.